എൻ്റെ പൊന്നിഷ്ട, ഇത് എന്തൊരു ശാപമാണ്. നമ്മുടെ ക്ലബിലേക്ക് ആര് വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. സത്യം പറയാലോ, ഈ ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് ദൈവമേ സന്ദേശ് ചിങ്കൻ വല്ല മൊട്ടയും വെച്ചോ എന്നുള്ളതാണ്. യെസ്, അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഇഞ്ചുറി അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും സ്പോർട്സ് റിവ്യൂ ആണ്. സ്പോർട്സ് റിവ്യൂ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ആൻഡ് ടോക്കീസ്. യെസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ആൻഡ് ടോക്കീസ് സ്പോർട്സ് റിവ്യൂ ആണ്. അപ്പോൾ എന്തായാലും ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് ആണ്. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഈ മാസം അവസാനിക്കുമ്പോഴേക്കും ഒരു 5K സബ്സ്ക്രൈബർ ഫാമിലിയിലേക്കൊക്കെ എത്തണം എന്ന് ആഗ്രഹമുണ്ട്. സോ സ്പോർട്സ് റിവ്യൂസും കാര്യങ്ങളും എൻ്റെ വീഡിയോസും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടി സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ബാക്ക് ടു സ്പോർട്സ് റിവ്യൂ. അപ്പോൾ എന്തായാലും ഇതിൽ ഭയങ്കര പ്രതീക്ഷകളിലൂടെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള ഒരാൾക്കറിയാം, ഞാൻ പറയുകയും ചെയ്തു, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് ബികാസ് യുമ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാനുള്ള എല്ലാം ആ ട്രാൻസ്ഫറിലുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ടെൻഷനാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും നമ്മുടെ മൊത്തത്തിൻ്റെയും ഒരു അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലെയേഴ്സ് എസ്പെഷ്യലി നമ്മുടെ ക്ലബിലേക്ക് വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവർക്ക് പരിക്ക് കാര്യങ്ങളൊക്കെ ആകെ പറ്റി അവരാകെ ഫോം ഔട്ട് ആവുന്ന സീൻസൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊന്നും പറയണില്ല, എല്ലാം നമുക്ക് കണ്ടറിയാം എന്നുള്ളത്. എൻ്റെ നാക്കിൻ്റെ പിഴയാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ബികാസ് യുമ്നത്തിന് നമുക്കറിയാവുന്ന പോലെ തന്നെ 21 നമ്പറൊക്കെ കൊടുത്ത് ജിങ്കൻ്റെ പരിവേഷമൊക്കെ കൊടുത്തിട്ടാണ്. ജിങ്കൻ്റെ പരിവേഷം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ഒരു സമയത്ത് സന്ദേശ് ജിങ്കൻ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാമായിരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ ക്ലബിൻ്റെ തുടക്ക സമയത്ത് നമുക്ക് എന്നും ഓർത്തിരിക്കാൻ നമ്മുടെ ഒരു പടനായകൻ എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു പൊസിഷനിൽ നിന്ന് ഭയങ്കരമായിട്ട് നമ്മൾ എന്നും എല്ലാ ഫാൻസും ഓർത്തിരുന്ന ഒരാളാണ്. പിന്നീട് പുള്ളി വേറെ ക്ലബ്ബുകളിലേക്കൊക്കെ പോകുന്നു, അവിടെ നിന്ന് ഒരു പരാമർശം നടത്തുന്നു. അതാകെ കൂടെ എന്താ പറയുക, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതിനേക്കാളും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചങ്ക് തകർക്കണ പോലത്തെ ഒരു സീനായിരുന്നു. കൂടെ നിന്ന് ചതിക്കുന്ന പോലത്തെ ഒരു ഫീലൊക്കെയാണ് സന്ദേശ് ജിങ്കൻ തന്നത്. അതോടെ നമ്മളെല്ലാവരും ആ ഒരു ഹീറോ പരിവേഷമൊക്കെ പുള്ളിയിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അങ്ങനെ പക്ഷെ അതിനു മുമ്പ് തന്നെ 21 നമ്പർ നമ്മൾ ഭയങ്കര ഒരു ഇതുപോലെ ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നമ്പറാണ് എന്തായാലും ആർക്ക് കൊടുക്കുന്നത്, ബികാസിന് കൊടുക്കുന്നത്. ആൻഡ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ കിടക്കണ് ഇന്ന് ക്ലബ്ബ് ഏകദേശം ഞാൻ വീഡിയോ എടുക്കുന്നതിന് 1 മണിക്കൂർ മുമ്പായിട്ടാണ് അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. അതായത് അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈനർ ഹാംസ്ട്രിങ് പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മൈനർ ഹാംസ്ട്രിങ് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 ആഴ്ച മുതൽ 2 ആഴ്ച വരെ മിനിമം കളിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്ത് അങ്ങനെ അപ്പോൾ എന്തായാലും കുറച്ച് സമയം പിടിക്കും എന്നുള്ളതാണ് ഏകദേശം എനിക്കറിയാൻ പറ്റിയിട്ടുള്ള കാര്യം. പക്ഷെ അതിലെ ഒരു നെഗറ്റീവായിട്ടൊന്നും കാണണ്ട, വളരെ യങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്, നമുക്കിനി ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. പക്ഷേ എവിടെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ കമൻറ്റുകളിലൊക്കെ കണ്ടു, തികഞ്ഞു, വീണ്ടും ഇത് തന്നെയാണല്ലോ, ചരിത്രം ആവർത്തിക്കുകയാണല്ലോ ഇഷ്ടമെന്നുള്ളൊരു തോന്നലൊക്കെ അറിഞ്ഞോ അറിയാതെയോ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇതാണ്, അപ്പോൾ ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് ഇതാണ്. പക്ഷേ ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മീഡിയ ടീം പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഇസാൻ പണ്ഡിത ഈ പരിക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നു എന്ന് പറയുന്നു, പിന്നെയും പരിക്കിൽ പോയി എന്ന് പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നുമുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് ഐമനും അസറും എവിടെ എനിക്കറിഞ്ഞുകൂടാ, അവരെവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? സ്കോഡിൽ പോലും കാണാത്ത പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളും ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി നാളത്തെ മത്സരം നല്ല കിടിലൻ മത്സരമായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള മത്സരമാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്തായാലും ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു. ചിൽ കുപ്പിച്ചിൽ.